ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്തുള്ള ഒരു റെസിപ്പിയെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ല ഊർജവും ഒപ്പം ഹെൽത്തിയായ ശരീരപുഷ്ടിയും തരാൻ സഹായിക്കുന്ന മറ്റൊരു നാടൻ കോമ്പിനേഷനുമായിട്ടാണ്. നേന്ത്രപ്പഴം ഗോതമ്പ് കുറുക്ക്. ചില അമ്മമാർ ചോദിക്കാറുണ്ട്, സിസ്റ്ററെ കുഞ്ഞിന് കുറുക്കുകൾ കൊടുത്തിട്ട് തടി വെക്കുന്നില്ല, പെട്ടെന്ന് എനർജി കിട്ടുന്ന എന്താണ് ഉള്ളത് എന്ന്. ഗോതമ്പിലെ ഫൈബറും നേന്ത്രപ്പഴത്തിലെ കലോറിയും ചേരുമ്പോൾ കുഞ്ഞിന് നല്ല ആക്റ്റീവായിരിക്കാനും ഒപ്പം ഭാരം കൂടാനും സഹായിക്കും. എന്തുകൊണ്ട് ഈ റെസിപ്പി നമുക്ക് റെക്കമെൻഡ് ചെയ്യാം? ആരോഗ്യകരമായ തടിക്ക് ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റും പഴുത്ത നേന്ത്രപ്പഴത്തിലെ പ്രകൃതിദത്ത കലോറിയും കുഞ്ഞിന്റെ ശരീരഭാരം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. രണ്ടാമതായി നല്ല ദഹനത്തിന് ഗോതമ്പിൽ നാരുകൾ അതായത് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മലബന്ധം വരാതെ ദഹനം സുഗമമാക്കും. ഇത് തയ്യാറാക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യമായി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കാം. ഗോതമ്പ് പൊടി 2 വലിയ സ്പൂൺ, നന്നായി പഴുത്ത നേന്ത്രപ്പഴം പകുതി മതിയാകും, പശുവിൻ നെയ്യ് 1/2 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്. ഉണ്ടാക്കേണ്ട രീതി പറഞ്ഞു തരാം. ആദ്യം പഴുത്ത നേന്ത്രപ്പഴത്തിലെ തൊലിയും നടുവിലെ കറുത്ത കുരുവും കളഞ്ഞ് മിക്സിയിലോ ഫോർക്ക് ഉപയോഗിച്ചോ നന്നായി പേസ്റ്റ് പരുവത്തിൽ ഉടച്ചെടുക്കുക. ഒരു പാത്രത്തിൽ 2 സ്പൂൺ ഗോതമ്പ് പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ട് കുറുക്കിയെടുക്കുക. ഗോതമ്പ് പൊടി നന്നായി വെന്തു വരണം. കുറുക്ക് പാകമായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് 2 മിനിറ്റ് കൂടി ചെറിയ തീയിൽ ഇളക്കുക. എല്ലാം നന്നായി യോജിച്ചു കഴിഞ്ഞാൽ അടുപ്പിൽ നിന്നും ഇറക്കുന്നതിന് തൊട്ടു മുൻപ് 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കുക. ചൂടാറുമ്പോൾ ഇത് കുഞ്ഞിന് കൊടുക്കാം. ഇതിൽ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഗോതമ്പ് ആദ്യമായി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടോ എന്നറിയാൻ വളരെ കുറഞ്ഞ അളവിൽ മാത്രം നൽകുക. 8 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. അധികം മധുരം ആവശ്യമില്ല. അതായത് പഴുത്ത പഴത്തിന് നല്ല മധുരമുള്ളത് കൊണ്ട് ഇതിൽ പ്രത്യേകം കൽക്കണ്ടമോ ശർക്കരയോ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. മൂന്നാമതായി ഗോതമ്പ് കുറുക്കിൽ അല്പം നെയ്യ് ചേർക്കുന്നത് ഇതിൻ്റെ കലോറി കൂട്ടാനും കുഞ്ഞിൻ്റെ വയറിന് നല്ല സുഖം നൽകാനും സഹായിക്കും. അപ്പോൾ അമ്മമാരെ, കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവായിരിക്കാനും ഒപ്പം ഹെൽത്തിയായി ശരീരപുഷ്ടി വയ്ക്കാനും സഹായിക്കുന്ന ഈ നേന്ത്രപ്പഴം ഗോതമ്പ് കുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. പുറത്തുനിന്ന് വാങ്ങുന്ന വില കൂടിയ പാക്കറ്റ് ഭക്ഷണങ്ങളെക്കാൾ എത്രയോ സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ വിഭവങ്ങൾ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അമ്മമാർ ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ വെക്കണം. എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയല്ല. ഓരോ കുഞ്ഞിൻ്റെയും ശരീരപ്രകൃതിയും ദഹനശേഷിയും വളർച്ചയും ഒക്കെ തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് മറ്റൊരു കുഞ്ഞിന് തടി വെച്ചതുപോലെ എൻ്റെ കുഞ്ഞിന് ആയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കരുത്. കുഞ്ഞിൻ്റെ ആക്ടിവിറ്റിയും ആരോഗ്യവുമാണ് പ്രധാനം. ഓരോ പുതിയ ഭക്ഷണം കൊടുക്കുമ്പോഴും കുഞ്ഞിൻ്റെ ദഹനത്തിനനുസരിച്ച് മാത്രം അളവ് കൂട്ടാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ കുഞ്ഞിന് കൊടുത്തു നോക്കിയിട്ട് വരുന്ന മാറ്റങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടാതെ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ വെയിറ്റ് ഗെയിൻ വീഡിയോകൾക്ക് നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.